അപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ബേസിക്കും ക്യൂ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിങ് ആയിരുന്നു ഇന്ത്യ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മോഡേൺ ടെക്നോളജീസിലേക്ക്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ന്യൂക്ലിയർ പ്രോഗ്രാംസിലേക്ക്, ഇതിലേക്കൊക്കെ ഇന്ത്യ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ നമുക്ക് എന്ത് കുറവാണ്? ക്യാപിറ്റൽ കുറവാണ്. പോപ്പുലേഷൻ ആണെങ്കിൽ വളരെ കൂടുതലും. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ വീക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ യുദ്ധം നടക്കുന്ന കാലഘട്ടമായിരുന്നു ഇൻഡിപെൻഡൻസ് ശേഷം. ആയതുകൊണ്ട് തന്നെ ഡിഫൻസിലേക്കും ഒരുപാട് പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പൈസ ഇല്ലാത്തൊരവസ്ഥ, എക്കോണമി വളരെ മോശം അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇന്റർണൽ കമ്മ്യൂണിറ്റി കോൺഫ്ലിക്ട് ഇനി ഇന്ത്യ എബിലിറ്റി ടു മാനേജ് ദിസ് എക്കോണമി സെവർലി. അപ്പോൾ സ്വന്തം എക്കോണമീനെ മാനേജ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, വളരെ മോശം അവസ്ഥയിലായിരുന്നു. ആൻഡ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻസ് വാസ് പ്രിക്കോഷ്യസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് വളരെ മോശം അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആസ് എ റിസൾട്ട് ഈ മോശം അവസ്ഥയിൽ നിന്ന് ഇതാവാൻ വേണ്ടി ഇന്ത്യ ഇക്കോണമിക് ലിബറലൈസേഷനെ സമ്മതിച്ചു. 1999 ലിബറലൈസേഷൻ ഇന്ത്യ വർക്കാണ്. ലിബറലൈസേഷൻ ശേഷം ഇന്ത്യ ഒരുപാട് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, ഗ്ലോബലി ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ എക്കോണമി ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് അഡ്രസ് ചെയ്തു. ആൻഡ് 1991 ആഫ്റ്റർ ലിബറലൈസേഷൻ ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പോൾ ഇന്ത്യ എക്കോണമി ഈസ് എമേർജിങ് ആസ് വൺ ഓഫ് ദ ഫാസ്റ്റർ ഗ്രോയിങ് എക്കോണമീസ് ഇൻ ദ വേൾഡ് ടുഡേ ആൻഡ് എ പ്രിഫേർഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഡയറക്റ്റ്ലി വരുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ്ലി ഗ്രോ ചെയ്യുന്ന എക്കോണമീസ് ഒന്നാണ്. കറന്റ് എനിക്ക് തോന്നുന്നു 4-മത്തെയോ 5-മത്തെയോ എക്കോണമി ഇന്ത്യയുടെയാണ് ടോട്ടൽ വേൾഡിൽ. ആൻഡ് സോ ഇവിടെ ഇൻകം റൈസ് ചെയ്യുന്നുണ്ട്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് കൺസംഷൻ ആൻഡ് ഇവിടെ പോപ്പുലേഷൻ എൻഷുവേഴ്സ് ഗ്രോത്ത് ഫോർ ഡെക്കേഡ്സ് ടു കം. നല്ല പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് നല്ല ഗ്രോത്ത്, കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഗ്രോത്തിന് വേണ്ടി